ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി ഉത്ഭവിച്ചത്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. രാമനാട്ടകർത്താവായ കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. ഗീതാഗോവിന്ദാഭിനയത്തിൻ്റെ പ്രേരണയിൽ നിന്നും ഉടലെടുത്ത ഒരു വിനോദമാണ് കൃഷ്ണനാട്ടം. അന്ന് വടക്ക് ദിക്കുകൾ പ്രചാരത്തിൽ ഇരുന്ന അഷ്ടപതിയാട്ടത്തിൻ്റെയും അതിൻ്റെ ചുവട് പിടിച്ച് സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണനാട്ടത്തിൻ്റെയും രീതിയിലാണ് തമ്പുരാൻ രാമനാട്ടം രചിച്ചത്. 1555-നും 1605-നും ഇടയിലാണ് രാമനാട്ടം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ 8 ദിവസത്തെ കഥയാണി വിഭജിച്ച് നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നേ ഉള്ളൂ. ഇവിടെ അയിരൂർ കഥകളി ഗ്രാമത്തിൽ പമ്പാമളപ്പുറത്ത് കഥകളിയുടെ കേളികൊട്ടായി. കഥകളി വേഷത്തെ പരിഹരിക്കുകയും ചെണ്ട ഉപയോഗിക്കുകയും ചെയ്തത് വെട്ടത്ത് നാട്ടുരാജാവായിരുന്നു. പാട്ടിനായി പ്രത്യേകം ആളെ നിർത്തുന്ന രീതിയും വർണ്ണഭംഗിയുള്ള കുപ്പായങ്ങളും പല വർണ്ണങ്ങളും ഉപയോഗിച്ചുള്ള മുഖമെഴുത്തും എല്ലാം വെട്ടത്തെ രാജാവിൻ്റെ സംഭാവനയാണ്. ഇതിനെ വെട്ടത്ത് നാടൻ എന്നാണ് വിളിക്കുന്നത്. എത്യോപ്യയിലെ പരമ്പരാഗത വേഷമാണ് ഇതിന് പ്രചോദനമായിട്ടുള്ളത്. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? മലയാളം അധ്യാപിക ഉണ്ടല്ലോ. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ്. 9, കാരണം അവർക്ക് 10ാം ക്ലാസ്സിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജാവിനെ കഥകളി പരിഷ്കരണത്തിൽ സഹായിച്ചത് കഥകളി പ്രേമിയായിരുന്ന ശങ്കരൻ നായരായിരുന്നു. പിന്നെ മറ്റ് ചില കഥകളും കഥകളിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അതായത് ആരാധനാപരമല്ലാത്തതുമായ അനവധി കലകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ മലയാള മണ്ണിൻ്റെ ചൂരും ചുണയും ചേർന്ന കലയാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവെന്ന് കരുതുന്നു. കോഴിക്കോട്ട് മാനവേദൻ രാജാവിൻ്റെ കൃഷ്ണനാട്ടത്തിൻ്റെ അനുകരണമാണ് കഥകളി എന്ന് ഒരഭിപ്രായമുണ്ട്. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥാഭാഗം 8 ദിവസം കൊണ്ട് ആടി തീർക്കാൻ പാകത്തിൽ രചിച്ചതാണ് കൃഷ്ണനാട്ടം. അതിപ്രധാനവും ഏകതാരാധനാപരവുമായ കൃഷ്ണനാട്ടം കൂടാതെ ഗുരുവായൂരും മറ്റും അരങ്ങേറിപ്പോരും. കഥകളിയുടെ വേഷവിധാനങ്ങളും കഥകളി കോപ്പുകളും എല്ലാം നിർമ്മിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അയിരൂർ കഥകളി ഗ്രാമം കേന്ദ്രീകരിച്ച് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നു. നിങ്ങളൊക്കെ അയിരൂർ കഥകളി ഗ്രാമത്തിലെ സ്വദേശികൾ തന്നെയാണല്ലോ? അതെ. പുറത്തുനിന്ന് വരാറുണ്ടല്ലോ ജോലി ചെയ്യാനൊക്കെ പുറത്തുനിന്നും വരാറുണ്ട്. അതിന്റെ പേര് എന്തായിട്ടാണ് ഇവിടെ ഇതിന്റെ അത് പ്രിപ്പയർ ചെയ്യുകയും അതിന്റെ കൂടെ സഹകരിക്കുകയും ഏറ്റവും ചെറിയ ഇത് ഇവിടെ ഹിമാലയിൽ വരുന്നു. ഇത് കയ്യിലൊക്കെ വരുന്ന തൊങ്ങലല്ലേ? ചിലങ്ക. ഇതെന്താണ്? പറഞ്ഞു വൈകിട്ട് പറഞ്ഞു ഇവിടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. പരുത്തിക്കാമണി തോളോട് ചേർന്ന് കഥകളി കലാകാരന്മാർ എന്ന് പറയുന്ന കലാമണ്ഡലം ഓയൂർ രാമചന്ദ്രൻ സീത, നമ്മുടെ ചുട്ടി കലാമണ്ഡലം ആദിത്യൻ കുശൻ, അതിന്റെ ഒരു ബേസ് കലാമണ്ഡലം ഗോപികൃഷ്ണൻ, കലാമണ്ഡലം അജീഷ് എന്നിവർ ഗുരുകുമാരന്മാരായി ശത്രുഘ്നൻ, കലാമണ്ഡലം അവാർഡ് നൽകി ആദരിക്കുന്ന ശ്രീ സദനം ഭാസി, സംഗീതം കലാമണ്ഡലം ജയപ്രകാശ്, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ശ്രീഹരി, ആർവി മഹാദേവൻ, മഠം ആർവി സജി, ഗ്രാമീണ കലാകേന്ദ്രം RH പദ്ധതി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ താഴെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുള അവരാണ് ഇത് നിർവഹിക്കുന്നത്. വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ അവിടെയാണ് സാംസ്കാരിക വകുപ്പിലെ കെയർ ഓഫിൽ 2 മാസത്തെ ട്രെയിനിങ് കിട്ടിയിരുന്നു.
അങ്ങനെ 15 കുട്ടികൾക്ക് ഇവിടെ ഈ കഥകളി ശില്പം പരിശീലനം കൊടുത്തു. അത് പരിശീലനം കൊടുത്ത ഞാനാണ്. എൻ്റെ പേര് കരിക്കൻ ത്രിവിക്രമൻ, മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ കരിക്കൻ ത്രിവിക്രമൻ. ഇവരെല്ലാവരും ഇവരെല്ലാവരും പരിശീലനം കൊടുത്തവരാണ്. ഇവർ നന്നായിട്ട് ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. കഥകളിയുടെ പച്ച, കത്തി, താടി, കരി എല്ലാ വേഷത്തിലുണ്ട്. അതെ അതെ അതെ. വേണമെങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് പറയാം. പച്ച ശ്രീകൃഷ്ണൻ പച്ച, കത്തി വേഷം ദുര്യോധനൻ, താടി വേഷം ദുശാസനൻ, കരിവേഷം കാട്ടാളൻ, വട്ടമുടി ഹനുമാൻ, പാഞ്ചാലി സ്ത്രീവേഷം മിനുക്ക്, അങ്ങനെ തുടങ്ങി എല്ലാ വേഷങ്ങളും കഥകളിയുള്ളത്. ഒരളിപ്പൊക്കെയുള്ളത് മരത്തിൽ ചെയ്ത് ഒരു കഥകളി കലാകാരൻ അണിയിക്കുന്നത് പോലെ ചെയ്ത്. ഈ വേഷങ്ങളിൽ ഇത് ശ്രീകൃഷ്ണന്റെ വേഷമാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആ നീല വസ്ത്രമാണല്ലോ പ്രധാനം. പിന്നെന്താണ് ശ്രീകൃഷ്ണന്റെ വേഷത്തിലെ പ്രത്യേകത? ശ്രീകൃഷ്ണൻ മഞ്ഞ കൂടെയാണ്. ഇത് ഞൊറി എന്ന് പറയുന്നത്. ഇത് മഞ്ഞ ഞൊറിയാണ്. ഇത് പട്ടുപാലിന്റെ കളറിലെ വ്യത്യാസം. ഇത് കുപ്പായം മയിൽപീലിയുമായി ബന്ധപ്പെട്ടൊന്നുമില്ല. മയിൽപീലിയുമായി കിരീടത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് മയിൽപീലിയായിട്ടുള്ള സങ്കല്പമാണ്. ഇതാണ് ആ മയിൽപീലിയുടെ കളറെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുമ്പിൾ മരത്തിലാണ് ചെയ്യുന്നത്. കുമ്പിൾ തടിയിൽ ഒരു കലാകാരനെ സങ്കല്പിച്ച് ചെയ്തതിന് ശേഷം ഒരു കഥകൾ നടന്ന് എന്തെല്ലാം ആടയാഭരണങ്ങൾ അണിയിക്കൂ അതുപോലെ തന്നെ സൈസ് അനുസരിച്ച് മിനിയേച്ചറായി ചെയ്ത് ഇതെല്ലാം ഡ്രസ് ചെയ്തിരിക്കുകയാണ്. അതെ. അപ്പോൾ കവറെടുത്ത് കാണിക്കണം. ഈ ഒരു ശ്രീകൃഷ്ണന്റെ ഈ കലാരൂപം ശില്പം ഇതിങ്ങനെ മെനഞ്ഞെടുത്തതിന് നമുക്ക് വരുന്ന സമയം എത്ര സമയം എടുക്കുന്നു? ഒരാളാണോ പലരാണോ ചെയ്യുന്നത്? 22 ഇഞ്ച് പൊക്കമുള്ളതാണ്. ഇതിന് 4-5 ദിവസത്തെ ജോലിയാണ്. 5 ദിവസത്തോളം വേണം ഈ ഒരു ശില്പം പൂർത്തീകരിച്ചെടുക്കാൻ. ഒരാളാണോ? ഒരാഴ്ചയാണ്. ഇതിന്റെ വസ്തുവകകളൊക്കെ പലരായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് കമ്പോസ്, അതെ, ഇതൊന്നിപ്പിച്ച് ഒരാളാണ് ചെയ്യുന്നത് അല്ലേ? കട്ട് ചെയ്ത മാത്രം ഒന്ന് കാണിച്ചു തരാം. ഇതിനെ ഒരു മരത്തിനെ ഇതുപോലെ ആദ്യം ഷേപ്പായി നമ്മൾ കട്ടിയെടുക്കുന്നു, മിഷീനിൽ കട്ടിയെടുക്കുന്നു. അതിനുശേഷം ഉളിക്കടിച്ച് നമ്മൾ ഇതുപോലെ ഷേപ്പ് വരുന്നു. എന്നിട്ട് ഷോൾഡറും കൈപ്പത്തി എല്ലാം ജോയിൻ ചെയ്തതിനു ശേഷം ഒരു കഥകളി നടൻ ഡ്രസ് ചെയ്യുന്ന പോലെ അത് ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കാം. ഇതിലിപ്പോ പൈജാമയിട്ട് തണ്ടപ്പതപ്പ്, കച്ചമണി, അവിടെ തൊട്ട് നമ്മൾ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഇപ്പൊ ഇതിലിപ്പോ ചന്തിപത്ത കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പുടവ. ഇതിനെ പുടവ എന്ന് പറയും. ഒരു കഥകളി കലാകാരൻ വൃത്തിട്ടതുപോലെ പുടവ അണിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞൊറി. ശ്രീകൃഷ്ണന്റെ വേഷം ആയതുകൊണ്ട് മഞ്ഞ ഞൊറിയാണ്. ശ്രീകൃഷ്ണന്റെ വേഷത്തിന് മഞ്ഞ ഞൊറി. അത് ഇതുപോലെ എല്ലാം ചെയ്തു വരുമ്പോൾ എല്ലാ കിരീടവും മുഖത്തിന് പച്ച വേഷം. പച്ച എന്ന് പറയുന്നത് പ്രാധാന്യം എന്താണ് കഥകളിയിൽ? കഥകളിയുടെ പല ടൈപ്പിലുള്ള വേഷമാണ്. സാത്വികമായ വേഷമാണ് പച്ച വേഷം. അതേസമയം കത്തി വേഷമാണെങ്കിൽ ദുര്യോധനൻ, രാവണൻ, കീചകൻ അതെല്ലാം കത്തി വേഷമാണ്. കത്തി വേഷത്തിന്റെ കളർ എന്താണ് കളർ മുഖം വരുന്നത്? ഏതാണ് കത്തി വേഷത്തിൽ? കത്തി വേഷത്തിന്റെ ഇതാണ്. അതും പച്ച നിറത്തിൽ തന്നെ മുഖം അലങ്കരിച്ചിരിക്കുന്നു. ഒപ്പം വ്യത്യാസം കത്തി ചുമന്ന ചുവപ്പുണ്ട്. കത്തിയുടെ ഷേപ്പിലെ ചുവപ്പ് നിറം കൊണ്ട് വരച്ചിട്ടുണ്ട്. മൂക്കിൽ മൂക്ക് ചുറ്റിയുണ്ട്. ഇത് ദുര്യോധനൻ, കീചകൻ, രാവണൻ തുടങ്ങിയ വേഷങ്ങളാണ്. അപ്പൊ നമ്മളെ സാത്വിക വേഷവുമായിട്ടുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു. സാത്വിക വേഷം പച്ചവേഷം സാത്വികം എന്ന് പറഞ്ഞു. ഇത് രൗദ്രഭാവമാണ്. ഭാവത്തിൽ വ്യത്യാസമുണ്ട്. വീരരസമാണ്. ഇതൊക്കെ നമ്മുടെ സഹജീവികളാണ്. ഇത് വീരരസമാണ് കത്തിവേഷം. അതേസമയം ദുശാസനാണെങ്കിൽ രൗദ്രഭാവമാണ്. ഇത് താടി വേഷമാണ്. ചുവന്ന താടി. കത്തി വേഷം കഴിഞ്ഞാൽ താടി വേഷം. ദുര്യോധനും ഇതും തമ്മിൽ, കത്തി വേഷവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതിനെ കുറ്റിച്ചാമരം എന്ന് പറയും. കഥകളിയിലെ ഏറ്റവും വലിയ കിരീടമാണ് ഇത്, കുറ്റിച്ചാമരം. ഇത് ചുവന്ന താടി എന്നാണ് ഇത് പറയുന്നത്. ദുശാസനൻ, ബാലി, സുഗ്രീവൻ തുടങ്ങിയ എല്ലാം താടി വേഷം. ബാലി, സുഗ്രീവൻ, രാമായണത്തിലെ കഥ. അതെ. ദുശാസനം തുടങ്ങിയ എല്ലാം താടി വേഷക്കാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കരിവേഷം എന്ന് പറഞ്ഞ കാട്ടാളൻ. കരിവേഷം എൻ്റെ മുഖത്തെഴുത്തും എല്ലാം പൊതുവേ കറുത്ത
ഞൊറിയും കറുത്ത കുപ്പായവും മുഖത്തെടുത്തും എല്ലാം കറുപ്പാണ്. ഇത് കിരാതത്തിലെ കാട്ടാളന്റെ വേഷമാണ്. കിരാതം എന്ന കഥയിൽ അർജുനൻ അത് കഴിഞ്ഞിട്ട് കാട്ടാള ചെയ്തു. ഇത് കരിവേഷം. ഭീമസേനൻ പച്ചവേഷം. ഭീമസേനന് സാത്വിക പ്രതിച്ഛായ ഇല്ല, സാത്വികനല്ല. അല്ലല്ല, ഭീമസേനൻ എന്ന് പറയുമ്പോൾ കുറച്ച് രൗദ്രമൊക്കെ വരും, എങ്കിലും ശരി പച്ചവേഷത്തിൽ ഉൾപ്പെട്ടതാണ് ശ്രീകൃഷ്ണൻ. അതായത് നമ്മുടെ ദുര്യോധനനൊക്കെ കൊടുത്തത് തന്നെ, പക്ഷേ വ്യത്യാസം ഒന്നേ ഉള്ളൂ. ദുര്യോധനന്റെ സ്വഭാവവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഭീമസേനൻ. അപ്പൊ അതൊക്കെ വേഷവിധാനങ്ങളിൽ പ്രതിഫലിക്കും. ഉണ്ട് ഓരോ സ്വഭാവവിശേഷം. ദുര്യോധനത്തിൽ ഭീമസേനൻ രൗദ്രഭീമനായിട്ട് വന്നാണ് അവസാനം ദുര്യോധനെ കൊല്ലുന്നത്. ദുശാസനെയും ദുര്യോധനെ കൊല്ലുന്നത് രൗദ്രവേഷമായിട്ട് വന്നാണ്. അതിന്റെ പേര് രൗദ്രഭീമൻ എന്നാണ്. അതിന് മോച്ചെടുത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇനി ഏറ്റവും ഒരു സ്ത്രീ വേഷം മിനുക്ക് എന്ന് പറയും. മിനുക്ക് ബാഗും മറ്റൊന്നും പോയിട്ടോ. മിനുക്ക് വേഷം കഥകളിൽ സാധാരണ സ്ത്രീവേഷം എല്ലാം ഇതുപോലെ തന്നെയാണ്. അത് കഥയനുസരിച്ച് വേഷത്തിന്റെ പേരും മാറും. ഇത് പാഞ്ചാലി, രുക്മിണി എന്ന് പറയാം. അതുപോലെ സ്ത്രീ വേഷത്തിന് വലിയ വേഷം. സംസ്കൃതത്തിൽ രചിച്ച കൃഷ്ണഗീതി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ആടിയതായി ചരിത്രരേഖയുണ്ട്. എന്നാൽ ഇതിനെ അനുകരിച്ച് രാമനാട്ടുണ്ടായി എന്നതിന് തെളിച്ചൂർ ചമച്ച ഐതിഹ്യം മാത്രമാണ്. കൃഷ്ണനാട്ടം ജയദേവരുടെ ഗീതാഗോവിന്ദത്തോടും അതിൻ്റെ ദൃശ്യരൂപമായ അഷ്ടവതിയോടും കൂറുപുലർത്തുമ്പോൾ രാമനാട്ടത്തിന് കേരളത്തിലെ നാടൻ കലകളോടാണ് രക്തബന്ധം. 18 വർഷമായി നടന്നുവരുന്ന പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ്ബ് കഥകളി മേള 2025 ഇവിടെ വേദിയൊരുങ്ങുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കഥകളി ആസ്വാദനത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുവാനായി. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ഓഫീസും അതുപോലെ പഠന കളരിയുമൊക്കെ ഇവിടെ തന്നെ ഒരു കെട്ടിടത്തിലാണ്. അയിരൂർ കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന അയിരൂർ കഥകളി ഗ്രാമം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ സ്ഥലത്ത് അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ കഥകളിയെക്കുറിച്ചും അതിൻ്റെ നാട്യശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെയുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ മദ്ദളം, ചെണ്ട, അതുപോലെ കഥകളി സംഗീതം, കഥകളി അഭ്യാസം ഒക്കെ നടന്നു വരുന്നു. കൂത്തമ്പലത്തിൻ്റെ മോഡലിൽ തന്നെ, വള്ളത്തോൾ നഗറിലെ കൂത്തമ്പലത്തിൻ്റെ മോഡലിൽ തന്നെ ഇവിടെ കഥകളി പഠിപ്പിക്കുവാനുള്ള ഗുരുകുല സമ്പ്രദായത്തിലുള്ള കഥകളി പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. കഥകളി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നല്ല പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ ഇനിയും അവർക്ക് പദ്ധതിയുണ്ട്. അങ്ങനെ അയിരൂർ കേന്ദ്രമാക്കി, അയിരൂർ കഥകളി ഗ്രാമം കേന്ദ്രമാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി നല്ല നല്ല പദ്ധതികൾ വന്ന് ഇവിടെ ഒരു ടൂറിസം വികസനത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരും ഉത്സുകരാണ്. ഇവിടുത്തെ ഭാരവാഹികളെല്ലാം തന്നെ ഇങ്ങനെ നമുക്കെല്ലാവർക്കും കഥകളി ആസ്വാദനത്തിൻ്റെ ബാലപാഠങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങാം. പുതിയ തലമുറ അതിലേക്ക് ഊർജം കൊള്ളട്ടെ, അവരെ അഭിമാനിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. നാളെയുടെ കേന്ദ്രങ്ങളായി, നാളെയുടെ കഥകളി ഗ്രാമങ്ങളായി എല്ലാ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളും മാറട്ടെ എന്ന് ആശംസിക്കാം. ഇതാ ഇവിടെ രൂപകൽപ്പന ചെയ്ത കൈവിരുതാണ് ഈ കാണുന്നത്. കഥകളി വേഷങ്ങൾ ഇങ്ങനെ മിനിയേച്ചറായി ചെറിയ ഇതായി ഉണ്ടാക്കി ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ട്. അതിനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം ഭവന വീടുകളിലും സ്വന്തം വീടുകളിലും നമ്മുടെ ഓഫീസുകളിലുമൊക്കെ ഇങ്ങനെയുള്ള ഉണ്ടാക്കിയ ക്രാഫ്റ്റ് കലാരൂപങ്ങൾ നമുക്ക് ആസ്വദിച്ച് അവിടെ വയ്ക്കുകയും മറ്റുള്ളവർക്ക് കൗതുകമുളവാക്കുകയും സന്തോഷമുളവാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആണ് ഇവിടുത്തെ ഭാരവാഹികളെല്ലാം തന്നെ. പ്രസാദ് കൈലാത്ത് ആണ് പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിൻ്റെ പ്രസിഡൻറ്റ്. മറ്റ് എല്ലാ ഭാരവാഹികളും വളരെ ഊർജ്ജസ്വലരാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ. അങ്ങനെ ഈ കേന്ദ്രം സന്ദർശിക്കുവാൻ കിട്ടിയ അവസരം വളരെ ഭാഗ്യമായി ഞാൻ കാണുന്നു. എന്തായാലും ഒരു നല്ല ഭാവി വാഗ്ദാനം വന്നു ഈ കഥകളി കേന്ദ്രവും ഇവിടുത്തെ കഥകളി ക്ലബ്ബുമൊക്കെ. ഇനിയും എല്ലാ കൊല്ലങ്ങളും എല്ലാ വർഷങ്ങളിലും നന്നായി ഇവിടെ പരിപാടികൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അങ്ങനെ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരാം. ഞാൻ ജയപ്രകാശ്, മുംബൈ മലയാളി യൂട്യൂബ് ചാനലിന് വേണ്ടി അയിരൂർ കഥകളി ഗ്രാമത്തിൽ നിന്ന്. ആയിരം സങ്കൽപ്പങ്ങൾ നെയ്യോട് ചേർത്തു വരും
അർജുനനായി ഉത്തരയായി.